ആകാശവാണി. നമസ്കാരം. ഇന്ത്യ ബ്രസീൽ നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. പരസ്പര ബഹുമാനം, ജനാധിപത്യം, സഹകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധം പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ബ്രസീലും. 1948 ഇന്ത്യയും ബ്രസീലും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമായി തുടർന്നു. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഈ ബന്ധം ക്രമാനുഗതമായി വളർന്നു. ജനാധിപത്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നതും വികസ്വര രാജ്യങ്ങളുടെ ശബ്ദവുമാണ് ഇന്ത്യയും ബ്രസീലും. സാമ്പത്തിക സഹകരണം, ആഗോള സമാധാനം, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ പരിഷ്കാരങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ബ്രിക്സ്, G20 തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗങ്ങളുമാണ്. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ലോകക്രമം സൃഷ്ടിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ലക്ഷ്യം. ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയുടെ കാലഘട്ടം മുതൽ എല്ലാ മേഖലകളിലെയും ഇന്ത്യ ബ്രസീൽ ബന്ധം ശക്തമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. 2020 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യ ബ്രസീൽ ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. 2030 എത്തുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്നതായും ഇന്ത്യയും ബ്രസീലും വ്യക്തമാക്കി കഴിഞ്ഞു. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡസിൽവയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ ബ്രസീൽ പ്രസിഡന്റുമായി ചർച്ച നടത്തിയിരുന്നു. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം, കൃഷി, സാങ്കേതികവിദ്യ, AI, സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇന്ത്യ ബ്രസീൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത്. ബഹുമുഖ വേദികളിലെ സഹകരണം, ഗ്ലോബൽ സൌത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങൾ പ്രധാനമന്ത്രിയും ബ്രസീൽ പ്രസിഡന്റും അവലോകനം ചെയ്തു. നിർണായക ധാതുക്കൾ, ഡിജിറ്റൽ സഹകരണം, പരമ്പരാഗത അറിവ് പങ്കിടൽ, ആരോഗ്യം, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖല, ബഹുജന ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ 10 കരാറുകളിൽ ഒപ്പിട്ടു. ഉരുക്ക് മേഖലയ്ക്ക് ആവശ്യമായ ധാതു ഖനന സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഉരുക്ക് മന്ത്രാലയവും ഫെഡറേറ്റീവ് റിപ്പബ്ലിക് ഓഫ് ബ്രസീലിന്റെ ഖനി ഊർജ്ജ മന്ത്രാലയവും ധാരണാപത്രത്തിലും ഒപ്പുവച്ചിട്ടുണ്ട്. ലോകത്തെ മുൻനിര ഇരുമ്പയിര് ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ് ബ്രസീൽ. 2025 ജൂലൈയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ലൂല ഡസിൽവ ഇന്ത്യ സന്ദർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. ഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയിലും ബ്രസീൽ പ്രസിഡന്റ് പങ്കെടുത്തിരുന്നു. പ്രസിഡന്റ് ലുലയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്രസീൽ ബന്ധം ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ലാറ്റിൻ അമേരിക്കയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ബ്രസീൽ എന്ന് പറഞ്ഞ ശ്രീ മോദി, ഇന്ത്യ ബ്രസീൽ വ്യാപാരം വെറുമൊരു കണക്കല്ല, മറിച്ച് വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അഭിപ്രായപ്പെട്ടു. ब्राजील लैटिन अमेरिका में भारत का सबसे बड़ा ट्रेड पार्टनर है. हम आने वाले 5 वर्षों में द्विपक्षीय व्यापार को $20 बिलियन के भी आगे ले जाने के लिए प्रतिबद्ध है. हमारा व्यापार केवल आंकड़ा नहीं, विश्वास का प्रतिबिंब है. राष्ट्रपति जी के साथ आया बड़ा बिजनेस डेलीगेशन इसी विश्वास को दिखाता है. भारत मर्कोसूर ट्रेड समझौते के विस्तार से हमारा आर्थिक सहयोग और सुदृढ़ होगा. പ്രസിഡന്റ് ലുല ഡിസിൽവയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്രസീൽ ബന്ധം ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അപൂർവ നിർണായക ധാതുക്കൾ, MSME എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളും കൈമാറി. ബ്രസീലിൽ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള ഒരു മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി ഇന്ത്യയും ബ്രസീലും പ്രവർത്തിക്കുന്നുണ്ടെന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. അപൂർവ ധാതുക്കളെ സംബന്ധിച്ച കരാർ മികച്ച വിതരണ ശൃംഖലകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഊർജ്ജം, പ്രതിരോധം, കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യസുരക്ഷാ മേഖലകളിൽ സഹകരണത്തിന് പുതിയ മാനങ്ങൾ നൽകുകയാണ്. ആരോഗ്യ, ഫാർമ മേഖലകളിൽ കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ബ്രസീലിന് നൽകുന്നത് ഇന്ത്യ തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആയുർവേദവും പരമ്പരാഗത വൈദ്യശാസ്ത്രവും ബ്രസീലിൽ വ്യാപിപ്പിക്കും. ലോകവേദികളിൽ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കപ്പെടണം. ഭീകരവാദവും അതിനെ പിന്തുണയ്ക്കുന്നവരും മനുഷ്യരാശിയുടെ ശത്രുക്കളാണെന്ന കാര്യത്തിൽ ഇന്ത്യയും ബ്രസീലും യോജിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്കും ബ്രസീലിനുമിടയിൽ നടന്നത് മഹത്തരമായ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ബ്രസീൽ പ്രസിഡന്റ് പ്രതികരിച്ചു. ഭൂമിശാസ്ത്രപരമായി 2 വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല നടന്നത് എന്നും ഒരു ഡിജിറ്റൽ വൻശക്തിയും പുനരുപയോഗ ഊർജ്ജ വൻശക്തിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
MSME മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ധാരണാപത്രം വേദിയൊരുക്കുമെന്ന് MSME മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വിവിധ മേഖലകളിൽ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള സഹകരണം ശക്തമാവുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. എന്നാൽ സാമ്പത്തിക ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് വേഗത്തിൽ വളരാനും വലുതാകാനും സാധിക്കുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിൽ വ്യാപാരം ചെയ്യാൻ ബ്രസീൽ കമ്പനികളെ അദ്ദേഹം ക്ഷണിച്ചു. When we think of Brazil, we think of its rich natural resources. Minerals like niobium, lithium and iron ore are vital for shaping the future of technology and global energy transition. Brazil is also a global agriculture powerhouse, producing several products that help feed billions. Brazil's aerospace, automotive, and digital technology industries are rapidly evolving, offering abundant opportunities for collaboration. All of this comes together to make Brazil our strategic partner in global supply chains. Together, we have the potential to reshape global supply or global value chains with resources, innovation, and a forward-looking vision. We warmly invite Brazilian companies to partner with us in these areas, co-creating jobs, adding value, and supporting each other with technology. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രസീലിയൻ കൃഷിമന്ത്രി കാർലോസ് ഫവാരോയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ ജൈവ കൃഷി രീതികളിൽ ബ്രസീൽ താൽപര്യം പ്രകടിപ്പിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി അറിയിച്ചു. ICAR-നും ബ്രസീലിയൻ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾക്കുമിടയിലെ സഹകരണ സാധ്യതകളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യയിൽ മികവിന്റെ കേന്ദ്രം സജ്ജീകരിക്കാൻ ബ്രസീൽ താൽപര്യം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. माननीय मंत्री जी मोदीपुरम और वहाँ प्राकृतिक खेती इंटीग्रेटेड फार्मिंग देख के भी आए हैं, तो उस क्षेत्र में भी मिलके, क्योंकि प्राकृतिक खेती और जैविक खेती आने वाली पीढ़ियों के लिए भी धरती को सुरक्षित बनाती है और मिट्टी के स्वास्थ्य को और मनुष्य के स्वास्थ्य को दोनों को बेटर बनाती है। उस पर भी हम लोग साथ मिलकर चर्चा और बातचीत कर रहे हैं। कई और मुद्दे हैं, जैसे भारत के अनार, लहसुन, अंगूर, किशमिश, इसके निर्यात पे चर्चा चल रही है ब्राजील में, और वहाँ की जो प्रसिद्ध चाय है वो भारत आए। ऐसे कई मुद्दे हैं, बाजार मार्केट एक्सेस के, बाजार पहुंच के, उन पर भी हम लोगों ने बहुत सद्भावना पूर्वक चर्चा की है। भारत में दलहन मिशन, तिलहन मिशन पर हम तेजी से काम कर रहे हैं और एकीकृत खेती पर ब्राजील सहमत है सेंटर ऑफ एक्सीलेंस यहाँ बनाने के लिए, उस पर भी हमारी व्यापक चर्चा हुई है। मैं हमारे दोनों माननीय कृषि मंत्रियों का भारत की धरती पर कृषि भवन में हृदय से स्वागत करता हूँ। प्रेसिडेंट ब्राजील के नेतृत्व में एक वरिष्ठ मंत्रियों का प्रतिनिधिमंडल और एक बहुत बड़ा प्रतिनिधिमंडल अन्य क्षेत्रों में काम कर रहे प्रमुख मित्रों का यहाँ आया है। इससे दोनों देशों के संबंध निश्चित तौर पर बहुत मजबूत होंगे, सहयोग बढ़ेगा और दोनों देशों की मित्रता दुनिया की स्थिरता के लिए भी जरूरी है। എണ്ണ, വാതകം, പുനരുപയോഗ ഊർജ്ജം, ബ്രസീലിയൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കൽ, സംയുക്ത ഉപഗ്രഹ നിർമ്മാണം, കൃഷി, ആരോഗ്യം, യോഗ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ബ്രസീലും ശ്രമിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമരൻ പറഞ്ഞു. ഇന്ത്യ ബ്രസീൽ ബന്ധം ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീക്കമെന്നും ബ്രസീൽ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. India holds the presidency of BRICS this year, and Brazil is an important strategic partner and a key member of BRICS. PM and President Lula held bilateral conversations and exchanged views on bilateral, regional and global issues of mutual interest, including cooperation in multilateral fora, the need to reform global governance, and matters of importance to the global south. Prime Minister Modi hosted a lunch in honor of the visiting dignitary. The state visit gave the leaders an opportunity to review the entire gamut of our partnership, including trade and investments, oil and gas, renewable energy, mining and critical minerals, defense and security, agriculture and livestock, healthcare and traditional medicine, tourism, space, science and technology, including digital public infrastructure as well as people-to-people relations. ഇന്ത്യ ബ്രസീൽ വ്യാപാര ബന്ധത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വർണം, അസംസ്കൃത എണ്ണ,
സോയാബീൻ എണ്ണ, പഞ്ചസാര തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ബ്രസീൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പകരമായി ഇന്ത്യ ബ്രസീലിലേക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, സാങ്കേതിക സേവനങ്ങൾ എന്നിവയും കയറ്റുമതി ചെയ്യുന്നു. സാംസ്കാരിക ബന്ധങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ ശക്തിപ്പെടുത്തുന്നു. യോഗയും ഇന്ത്യൻ സിനിമകളും ബ്രസീലിൽ ജനപ്രിയമാണ്. അതേസമയം ബ്രസീലിയൻ ഫുട്ബോളിനും സംഗീതത്തിനും ഇന്ത്യയിൽ ആരാധകർ ഏറെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ബ്രസീലും. ഇന്ത്യയും ബ്രസീലും ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങൾക്കും വ്യാപാര സാമ്പത്തിക മേഖലകളിൽ മെച്ചമുണ്ടാക്കും. കരാറിനെക്കുറിച്ച് വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ PJ വിൻസെന്റ്. ഇന്ത്യ ബ്രസീൽ വ്യാപാര രംഗത്തേക്ക് വന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അനുസ്യൂതമായ വളർച്ചയാണ് വ്യാപാരത്തിലുണ്ടായത്. 25.5% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 2025 അത് $1,500 കോടി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ നടന്നതെങ്കിൽ അത് 2030 കൂടി $2,000 കോടി എത്തിക്കാനാണ് ലുല ഡിസിൽവയും നരേന്ദ്രമോദിയും തമ്മിൽ നടന്നിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായി രൂപപ്പെടുത്തിയ ബൈലാറ്ററൽ എഗ്രിമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൂപ്പർ കമ്പ്യൂട്ടർ, സെമി കണ്ടക്ടർ, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കും. ഊർജ്ജ മേഖലയിൽ സഹകരിക്കും. പ്രതിരോധ സഹകരണം, കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, ആയുർവേദം തുടങ്ങിയ വിവിധ മേഖലകളിൽ സമഗ്രമായ സഹകരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഇന്ത്യ ബ്രസീൽ വ്യാപാര ബന്ധം ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് പറയാം. കാരണം $840 കോടി കയറ്റുമതിയാണ് ഇന്ത്യ ബ്രസീലിലേക്ക് നടത്തുന്നത്. $690 കോടി ഇറക്കുമതിയാണ് 2025 കണക്ക് പ്രകാരം. അപ്പോൾ എനിക്ക് വ്യാപാര മിച്ചം ഭാരതത്തിന് ഉണ്ട് എന്ന് കാണും. അതേസമയം കൂടുതൽ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുന്നതോടുകൂടി ഇരു രാജ്യങ്ങളുടെയും സമ്പദ്ഘടനകൾ കൂടുതൽ വളരാനുള്ള ഒരു സാധ്യത തുറന്നു വരികയാണ്. മാത്രവുമല്ല, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ബ്രസീലാണ്. അവിടേക്ക് ഇന്ത്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യത തുറന്നു കിട്ടുകയാണ്. നിലവിൽ $250 കോടി ഇന്ത്യൻ നിക്ഷേപം ബ്രസീലിലുണ്ട്. ആ നിക്ഷേപം വിവിധ മേഖലയിൽ വർദ്ധിക്കും. പ്രത്യേകിച്ച് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ മേഖലകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രതിരോധ മേഖലയിലൊക്കെ ബ്രസീലിൽ ഇന്ത്യൻ നിക്ഷേപം ശക്തിപ്പെടും എന്നുള്ളതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അമേരിക്കൻ ഉപഭൂഖണ്ഡങ്ങളിലെ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ രാഷ്ട്രവും ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ളതും ബ്രസീലിനാണ്. അവർക്ക് അനന്തമായ പ്രകൃതി വിഭവങ്ങളുടെ ശേഖരമുണ്ട്. സ്ഥിരതയാർന്ന ഒരു ജനാധിപത്യ സംവിധാനവുമുണ്ട്. അവരുടെ ജനാധിപത്യ പാരമ്പര്യവും വിഭവശേഷിയും വളർന്നു വരുന്ന ഒരു സമ്പദ്ഘടനയും ജനങ്ങൾ തമ്മിലുള്ള ഐക്യവും എല്ലാം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയും ബ്രസീലും തമ്മിൽ സഹകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആഗോള ക്രമത്തിൽ ലോകത്തെ ബഹുധ്രുവമാക്കി മാറ്റിപ്പണിയാനുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സമീപകാലത്ത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ചേർന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെടുകയുണ്ടായി, ഇപ്സ എന്ന് പറയുന്ന കൂട്ടായ്മ. ആ കൂട്ടായ്മയും വളരെ ശക്തമായ ഇടപെടൽ നടത്താൻ ശേഷിയുള്ളതാണ്. ഇത്തരം വിവിധ സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ ഗ്ലോബൽ സൗത്തിന്റെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്ന ഒരു കരാറാണ് ഇന്ത്യയും ബ്രസീലും തമ്മിൽ രൂപപ്പെടുത്തിയത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സഹകരണം ആഗോള രംഗത്ത് ഉള്ള സഹകരണമായി വികസിക്കും. ആഗോള ഭീകരതയ്ക്കെതിരായിട്ട് ഇന്ത്യയുടെ നിലപാടിനെയും ഇന്ത്യ നടത്തുന്ന സമരങ്ങൾക്കും സമ്പൂർണമായ പിന്തുണ ബ്രസീൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്ത്രപരമായി ഇന്ത്യക്ക് വലിയ നേട്ടം നൽകുന്ന ഒരു കാര്യമാണ്. വിവിധ മേഖലകളിൽ ഒരു സമഗ്ര സഹകരണം ഉറപ്പുവരുത്തുന്ന ഇന്ത്യ ബ്രസീൽ കരാർ അത് ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിന് വലിയ പിന്തുണ നൽകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാങ്കേതിക വിദ്യയുടെയും നൂതന ആശയങ്ങളുടെയും മേഖലയിലെ ഇന്ത്യ ബ്രസീൽ സഹകരണം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല മുഴുവൻ വികസ്വര രാജ്യങ്ങൾക്കും പ്രാധാന്യമുള്ളതാണ്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ, സെമി കണ്ടക്ടറുകൾ, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യയും ബ്രസീലും മുൻഗണന നൽകുന്നുണ്ട്. അതിവേഗം വളരുന്ന ലോകത്തിൽ വികസ്വര രാജ്യങ്ങളുടെ ശക്തിയാകാൻ ഇന്ത്യ ബ്രസീൽ സഹകരണം നിർണായകമാണ്. ഇന്ത്യ ബ്രസീൽ നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം സുവർണ.